കായംകുളം നഗരസഭാ വാർഡ് 34-ൽ BJP കായംകുളം ടൗൺ സൗത്ത് കമ്മിറ്റി ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭാ വാർഡ് 34-ൽ BJP കായംകുളം ടൗൺ സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു. ഓണക്കിറ്റ് വിതരണവും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് പരസ്പരം ഒരു സ്നേഹം പങ്കിടാനുള്ള അവസരങ്ങളൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. അത് നമ്മുടെ ഒരു വലിയ മഹത്തായ പാരമ്പര്യമാണ്, സംസ്കാരമാണ്. അത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നമുക്കൊരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും കോവിഡ് വന്ന സമയത്തും പ്രളയം വന്ന സമയത്തും ഒക്കെ നമ്മൾ എത്രത്തോളം സഹായിച്ചും സഹകരിച്ചുമാണ് നമ്മൾ ജീവിച്ചത്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. പ്രളയം വരുമ്പോഴും കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു ഇനി ആരോടും ഞാൻ വഴക്കുണ്ടാക്കത്തില്ല, ആരോടും പണകത്തില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഇതെല്ലാം വഴുതി വീട്ടിലെ ചെളിയൊക്കെ പോയി കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയ സ്വഭാവമൊക്കെ കാണിക്കും. അപ്പോൾ അത് മനുഷ്യരാണ്, നമുക്ക് അങ്ങനെയൊക്കെ പറ്റൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യ ജീവികളുടെ കടമ. അത് നിർവഹിച്ച ഇപ്പോൾ ഇവിടുത്തെ ഒരു ഏതാണ്ട് ഞാൻ ചോദിച്ചു ദേവരാജുണ്ട് എത്ര പേർക്ക് ചേട്ടൻ കൊടുത്തത്. ഞാനൊരു 70-75 പേരെ ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ആളുകളൊക്കെ കൂടെ സഹായിച്ചു. അപ്പോൾ ആരെങ്കിലും വേണമല്ലോ ഒരു മുൻകൈ എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു മുൻകൈ എടുക്കുമ്പോൾ എല്ലാം നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തെളിവ്. തീർച്ചയായിട്ടും ഞാൻ ഈ അവസരത്തിൽ ഈ കൂട്ടായ്മയെ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരും, ഒരാൾ തന്നെ വിചാരിച്ചാൽ എല്ലാം സംഘടിപ്പിക്കാൻ പറ്റത്തില്ല. കുറേ ആളുകൾ കഷ്ടപ്പെട്ടാലേ ഇതെല്ലാം ഇത്രയും പേര് 110 പേരുടെ ലിസ്റ്റുണ്ട്, അവരൊക്കെ ഒന്നിച്ചു കൂടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അറിയിക്കാനും ഒക്കെ എല്ലാവരുടെയും ഒരു സഹായവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അവരെ എല്ലാം അങ്ങേയറ്റം ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഞാൻ രാഷ്ട്രീയത്തിലോട്ടൊന്നും പോവല്ല, പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞത്. തെക്കൻ മേഖലാ പ്രസിഡന്റ് ബിപിൻ രാജ് അധ്യക്ഷനായി. പുളിയറ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു. മണ്ഡലം വൈസ് പ്രസിഡന്റ് S ദേവരാജൻ ആമുഖ പ്രസംഗം നിർവഹിച്ചു. പാലമുറ്റത്ത് വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അവിടുത്തെ പ്രധാനപ്പെട്ട BJPയുടെ ചുമതലപ്പെട്ട കാര്യകർത്താക്കൾ ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുറേ ആളുകളെ, വീടുകളെ കണ്ടെത്തിക്കൊണ്ട് എല്ലാവരെയും പോലെ അവർക്കും ഓണം ആഘോഷിക്കാനുള്ള ഏറ്റവും മിനിമം സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. ഈ ദേശീയ ഉത്സവമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുമ്പോൾ ഒരാൾ പോലും പട്ടിണി കിടക്കരുത്, ഒരാൾ പോലും ആഹാരം കഴിക്കാൻ സാഹചര്യമില്ലാതെ ബുദ്ധിമുട്ടരുത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഓണത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കൾ, ഞാൻ ആരുടെയും പേര് സൂചിപ്പിക്കുന്നില്ല, ദേവരാജൻ്റെയും വേണുവിൻ്റെയും ഇവിടെ ഇപ്പോൾ പറഞ്ഞ ജീവൻ സാറിൻ്റെയും സുധീർ സാറിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഒരു കൂട്ടം ആളുകൾ, ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ അടക്കം സഹായത്തോടുകൂടി അവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇത്രയും ആളുകൾക്ക് സഹായം ചെയ്യാനായി സാധിച്ചു. ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും ഓണത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിനാണ് സാഹചര്യമൊത്തത്. ജീവൻ, കേണൽ സുധീർ ചന്ദ്രശേഖരൻ, ശ്രീദേവി സരസ്, അനിൽ K, സന്തോഷ്, ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. CDN ന്യൂസ്, കായംകുളം.